അപ്പോൾ നിങ്ങൾ KSUക്കാരെ ഞങ്ങളെ തല്ലി, ഞങ്ങളത് കേരള വ്യാപകമായി തിരിച്ചു തല്ലി തീർക്കും, പോലീസിലോ നിയമവ്യവസ്ഥയിലോ ഒന്നും വിശ്വസിക്കാത്ത പ്രസ്ഥാനമാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയാണോ? ശ്രീ അഭിലാഷ്, ഈ പ്രതിരോധം എന്നൊരു വാക്ക് മലയാളം നിഘണ്ടുവിലുണ്ട്. ഞാൻ അതിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങളൊന്ന് ഞാൻ അഭിലാഷിന് കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് നടക്കുന്ന സംഭവങ്ങളുടെ വിഷ്വൽസ് ഞാൻ അയച്ചിട്ടുണ്ട്. 6 മാസം മുമ്പാണ്, ഏകദേശം ഓഗസ്റ്റ് മാസത്തിലാണ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PK നവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ, MSFന്റെ ജില്ലാ പ്രസിഡന്റ് കബീർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘം ചേർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രദേശത്തെ യൂത്ത് ലീഗിന്റെയും ഗുണ്ടകളുമായി ഇരുമ്പ് വടിയുമായിട്ട് ക്യാമ്പസിൽ കയറി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അർദ്ധരാത്രിയിൽ കയറി ട്രാപ്പിൽ ഇരിക്കുന്ന കുട്ടികളെ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ, SFIക്കാരല്ലാത്ത ആളുകൾ ഉൾപ്പെടെ അതിഭീകരമായി മർദ്ദിച്ചത്. ആ കേസിൽ MSFന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള MSF നേതാക്കന്മാർ റിമാൻഡിൽ പോയതാണ്. അത് കഴിഞ്ഞു MSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി നിങ്ങൾ KSUവിൽ നിന്നും MSFൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുള്ള അതിക്രമങ്ങൾ വിശദീകരിക്കേണ്ട അവസരം തരാം. പക്ഷേ എന്റെ ചോദ്യം നേതാക്കൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജനുവരി 17-ാം തീയതി ആർഷോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ, ഹൈർ എന്നാണ്, കിട്ടുന്നുണ്ടല്ലോ എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്ത് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതൊന്നും പോരാണ്ട് SFIയുടെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന വൈസ് പ്രസിഡന്റായ താങ്കൾ ഒരു തല്ലുകൊണ്ട ഏതോ KSUക്കാരൻ്റെയോ MSFകാരൻ്റെയോ പടമിട്ടിട്ട് ഡിയർ കോംറേഡ്സ് പ്ലീസ് നോട്ട് ചെസ്റ്റ് നമ്പർ 1 ഓൺ ദ സ്റ്റേജ് എന്ന് ഫേസ്ബുക്കിൽ പടവിടുകയാണ്. അപ്പൊ എതിർ രാഷ്ട്രീയക്കാരന്റെ തല തല്ലി പൊളിച്ചിട്ട് അല്ലെങ്കിൽ പുറം അടിച്ച് പൊളിച്ചിട്ട് ഇതാ കണ്ടോ ഇവനെ ഞങ്ങൾ തല്ലിയിട്ടുണ്ടെന്ന് നേതാക്കൾ പ്രഖ്യാപിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ അഫ്സൽ, നിങ്ങളൊക്കെ എന്ത് നേതാക്കളാണ്? ശ്രീ അഭിലാഷ്, ഞാൻ ഉത്തരത്തിലേക്കാണ് വരുന്നത്. എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ യെസ്സോറിന് ഉത്തരം പറയാൻ കഴിയില്ല. സമാധാനം പറയൂ. നേതാക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് സമാധാനമാണ്. ശ്രീ അഭിലാഷ്, ഞാൻ ആ സമാധാനമാണ് പറയുന്നത്. ഞാൻ പറയട്ടെ. ഇവിടെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്ന് ചർച്ച MSFന്റെയും KSUവിന്റെയും നേതാക്കന്മാർ വന്നിട്ടുണ്ട്. അതുപോലെ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷനായ ഒരു വ്യക്തി ഇവിടെ അധ്യാപനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ശ്രീ അഭിലാഷ് ഉൾപ്പെടെ SFIക്കെതിരെ പറയുന്നുണ്ട്. SFIക്കെതിരെ മാത്രമല്ല, നിങ്ങൾ കാര്യമായി എല്ലാം പറയുന്നുണ്ട്. ഞാൻ പറയുകയാണ് ശ്രീ അഭിലാഷ്, ഞാൻ പറയുകയാണ്. ഇവിടെ MSFന്റെ ജില്ലാ പ്രസിഡന്റ് 6 മാസം മുമ്പ് ജയിലിൽ കിടന്ന് ക്യാമ്പസിൽ കയറി ആക്രമിച്ചതാണ്. MSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഒരാഴ്ച മുമ്പ് ജയിലിൽ കിടന്നത് ഇതുപോലെ ക്യാമ്പസിൽ കയറി വിദ്യാർത്ഥികൾ ആക്രമിച്ചിട്ടാണ്. DSC ഓഫീസ് അടിച്ചു പൊളിച്ചില്ല, ഉമ്മ വെച്ചതേ ഉള്ളൂ എന്നാണ് PK നവാസ് പറയുന്നത്. ദൃശ്യം കണ്ടാൽ ചോറ് തിന്നുന്ന അരിയാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കും ശ്രീ PK നവാസ് എന്താണ് കഴിക്കുന്നത് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെ ക്യാമ്പസിൽ നിരന്തരമായി SFIക്കാർ ആക്രമിക്കുകയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആക്രമിക്കുകയാണ്. കലോത്സവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ EMA കോളേജ്, MSF അല്ലാതെ ഒരു സംഘടന കൊടി പാടാത്ത KSUക്കാരെ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ക്യാമ്പസിൽ സീസോൺ വെച്ച് അവിടെ SFIക്കാരെ ആക്രമിക്കുകയാണ്, പെൺകുട്ടികൾ ആക്രമിക്കുകയാണ്. ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങളുടെ സഹാക്കളുടെ മനോവീര്യം എന്താണ്? ഞങ്ങൾക്ക് പ്രവർത്തിക്കണ്ടേ? ഞങ്ങളുടെ സഖാക്കളുടെ മനോവീര്യം സംരക്ഷിക്കാൻ ഞങ്ങൾ തിരിച്ചാക്രമിക്കുന്നു. ഒരു സെക്കൻഡ്, ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളുടെ സഖാക്കളുടെ മനോവീര്യം സംരക്ഷിക്കാൻ ഞങ്ങൾ ആക്രമിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ആക്രമിച്ച ആളുകളുടെ പടം ഞങ്ങൾ നേതാക്കൾ ഫേസ്ബുക്കിൽ ചെസ്റ്റ് നമ്പർ 1 എന്ന് എഴുതും. അതല്ലേ പറഞ്ഞു വരുന്നത്? ശ്രീ അഭിലാഷ്, ഞങ്ങളുടെ ദേഹം വേദനിച്ചില്ലെങ്കിൽ ആരുടെയും ദേഹം വേദനിക്കില്ല. ഞങ്ങൾ ആരെയും കേരളത്തിൽ എന്തിനാണ് സാർ പോലീസ്, കേരളത്തിൽ എന്തിനാണ് ആഭ്യന്തര വകുപ്പ്? നിങ്ങൾ പരസ്പരം തല്ലി തീർത്താൽ പോരെ? വേദനിക്കില്ല. എനിക്ക് മനസ്സിലായി. മറ്റുള്ളവരുടെയും മനുഷ്യന്മാരാണ്. അത് നമ്മൾ ഏത് കാലത്താണ്? കാലത്താണ്. അത് പ്രാചീന ശിലായുഗത്തിലോ മറ്റോ ആയിരുന്നു. കേരളം പ്രാചീന ശിലായുഗത്തിലോ നവീന ശിലായുഗത്തിലോ എനിക്കറിയില്ല. ഈ പല്ലിന് പല്ല് എന്നുള്ള നീതിയാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ദേഹം വേദനിച്ചാൽ അവരുടെ ദേഹവും വേദനിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്തിനാണ് പിണറായി വിജയൻ? കേരളത്തിൽ എന്തിനാണ് ആഭ്യന്തര വകുപ്പ്? നിങ്ങൾക്ക് ഈ ആഭ്യന്തര വകുപ്പിലോ പോലീസിലോ നിയമത്തിലോ ഒന്നും വിശ്വാസമില്ലേ? ശ്രീ അഭിലാഷ്, ഞങ്ങൾ ഗാന്ധിയന്മാരുമല്ല, ബോംബ് രാഷ്ട്രീയക്കാരുമല്ല. ഞങ്ങൾ മനുഷ്യന്മാരാണ്. ക്യാമ്പസിൽ സമാധാനപൂർവ്വം സംഘടനാ പ്രവർത്തനം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളിവിടെ പല്ലിന് പല്ല്, നഖത്തിന് നഖമെന്ന നിലക്ക് SFI ആക്രമിക്കുന്നു, അങ്ങനെ പറയുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രം? 35 SFI പ്രവർത്തകരല്ലേ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാത്രം കൊല്ലപ്പെട്ടത്?
അതിൽ MSF കൊന്ന ജോബി ആൻഡ്രൂസ് ഇല്ലേ, KSU കൊന്ന അവസാനം ധീരജ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള സഖാക്കളില്ലേ, ഒരു ക്യാമ്പസ് യൂണിയന്റെ ചെയർമാൻ ആയിരുന്ന സഖാവ് CV ജോസ് ഇല്ലേ, ആ CV ജോസിന്റെ കേസിൽ ഒന്നാം സാക്ഷിയായിരുന്ന സഖാവ് സമാധാനം പുലരാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവരല്ലേ?